ഹലോ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിതൊരു ഗേറ്റിൻ്റെ പണിയിലാണ്. അപ്പം ഇതിൻ്റെ ഏകദേശം പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എപ്പോക്സി ഗ്രേ കളർ എപ്പോക്സി അടിച്ചിട്ടുണ്ട്, അതിൻ്റെ മേലെ ബ്ലാക്ക് അടിക്കുകയാണ്. അപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു കയറ്റത്താണ് ഇപ്പോൾ ഈ വീട് നിൽക്കുന്നത്. ആ റോട്ടുമെന്ന് തന്നെ വീട്ടിലേക്കും ചെറിയൊരു കയറ്റാണ്. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലത്താണ് അപ്പോൾ നമ്മൾ ഈ ഗേറ്റ് ഫിറ്റ് ആക്കണത്. അപ്പം അതിന് യോജിക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഗേറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളതും. സിമ്പിളായിട്ടുള്ളൊരു ഗേറ്റ് ആട്ടോ, അധികം കോസ്റ്റ് ഇല്ലാത്തൊരു ഗേറ്റാണ്, ചെറിയൊരു ബഡ്ജറ്റിൽ ചെയ്ത ഗേറ്റാണ്. അപ്പോൾ 4 പീസാക്കിയിട്ടാണ് ചെയ്തത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് മടക്കി വെക്കണ കോലത്തിൽ ചെയ്യണം, അല്ലെങ്കിൽ എന്താ വെച്ചാൽ ഉള്ളിലേക്ക് എന്തായാലും ഇത് തുറക്കാൻ പറ്റൂല. കാരണം അങ്ങോട്ട് ചെറിയൊരു കയറ്റാണ്, അപ്പം അങ്ങോട്ട് തുറക്കൽ എന്തായാലും നടക്കൂല, അടിഭാഗം തട്ടും. പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത്, പിന്നെ നീക്കണ ഗേറ്റാണ് പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത്. അതും ഇവിടെ നടക്കൂല, കാരണം 2 സൈഡിലും തെങ്ങും ഉണ്ട് മരങ്ങളും ഉണ്ട്. അപ്പം അതും നടക്കൂല. അപ്പം പിന്നെ പുറത്തേക്ക് തുറക്കൽ തന്നെ നടക്കുള്ളൂ. അപ്പം ആകെ 2 പീസാക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ റോട്ടിക്ക് തള്ളിക്കും, അങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പോൾ എന്താ ഇത് മൊത്തം 4 പീസാക്കി. അപ്പോൾ അതേപോലെ എങ്ങനെ മടക്കിയിട്ട് വെച്ചാൽ പ്രശ്നമില്ല. അത് ഒറ്റ പീസാണെങ്കിൽ നേരെ റോട്ടിക്ക് എത്തും, അതിൻ്റെ ഒരു തലഭാഗം റോട്ടിക്ക് എന്തായാലും എത്തും. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ ഇതിൻ്റെ ഒരു കാല് നമ്മൾ 4 ഇഞ്ചിൻ്റെ GI ആണ് കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്ന പോസ്റ്റ് 4 ഇഞ്ചിൻ്റെ GI ആണ്. അത് താഴത്തേക്ക് പിന്നെ ഒരു 60 സെൻറ്റിമീറ്റർ 2 അടി താഴത്തേക്ക് ഉണ്ട്. അത് കോൺക്രീറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചതാണ്. ഞങ്ങൾ ഈ ഗേറ്റ് ഫിറ്റ് ചെയ്യാൻ വരുന്നതിൻ്റെ ഒരു 3 ദിവസം മുമ്പ് ഞങ്ങൾ ആദ്യം ആ പോസ്റ്റ് അവിടെ ഫിറ്റ് ചെയ്തിട്ട് പോയതാണ്. അപ്പം അന്നൊക്കെ നല്ല സെറ്റായി. അപ്പം അന്ന് ഗേറ്റ് അവിടെ ഫിറ്റാക്കുകയും ചെയ്ത്. അതുപോലെ ഇപ്പോൾ ഇത് ഈ ഫ്രെയിം ചെയ്തിട്ടുള്ളത് 1.5 സ്ക്വയർ പൈപ്പാണ്. അതുപോലെ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് കൊടുത്തിട്ടുള്ളത് 1/2 സ്ക്വയർ പൈപ്പാണ്. ഇപ്പോൾ ഈ ഗ്യാപ്പുള്ള ഭാഗത്ത് നമുക്ക് പോളികാർബൺ ഷീറ്റാണ് വെക്കാനുള്ളത്. അപ്പം ബാക്കി പണികൾ ഈ കാണുന്ന ഷീറ്റൊക്കെ കട്ട് ചെയ്ത് ഇവിടെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് പെയിൻറ്റ് ഒന്ന് ഉണങ്ങി കഴിഞ്ഞിട്ട് ഇതൊന്ന് സ്ക്രൂ ചെയ്ത് കൊടുക്കണം. അപ്പം അതാണ് ബാക്കിയുള്ളത്. നമുക്ക് ഡയമണ്ട് കട്ടിങ് വരുന്ന ടൈപ്പാട്ടോ പോളികാർബൺ ഷീറ്റ്. അപ്പോൾ അത് വേറൊരു വർക്ക് എടുത്തപ്പം അതിൽ ബാക്കി വന്ന സംഭവമാണ്. അതുകൊണ്ടൊക്കെ തന്നെ കുറച്ച് കോസ്റ്റ് കുറച്ചിട്ട് ചെയ്യാൻ പറ്റി ഈ ഒരു ഗേറ്റ്. അതുപോലെ ബ്ലാക്ക് മൊത്തം അടിച്ചിട്ടോ, ഫുൾ അടിച്ച് ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്കുള്ളത് ഷീറ്റ് ഒന്ന് സ്ക്രൂ ചെയ്ത് കൊടുക്കണം, പോളികാർബൺ ഷീറ്റ്. അതാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ അതേ പണികൾ തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഫിനിഷായി. പോളികാർബൺ ഷീറ്റും സ്ക്രൂ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക്, ഇതാണ് വരുന്നത്.